കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആരോരുമില്ലാത്തവർക്കും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്കും അഭയമാവുകയാണ് ചെറുകുന്നിലെ കെനോസ സെന്റർ. നാടോ വീടോ ഭാഷയോ പോലും അറിയാത്ത ആളുകൾ ഈ സ്നേഹഭവനത്തിൽ സുരക്ഷിതരാണ്. ഭാഷ പോലും അറിയാത്ത രോഹിണി അമ്മയും പൂർണ്ണമായും കിടപ്പിലായ പൂമണിയും ഹിന്ദി മാത്രം അറിയാവുന്ന പുഷ്പയുമെല്ലാം ഇന്ന് ഒരു കുടുംബമാണ്. മുൻപ് മദർ സുപ്പീരിയർ ആയിരുന്ന സിസ്റ്റർ റോസ്മേരിയാണ് ഇങ്ങനെ ഒരു സ്നേഹഭവനം വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇന്ന് പലർക്കും അഭയമാണ് കെനോസ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ. നിലവിലെ മദർ സുപ്പീരിയർ മേരി ജോസഫ്, സിസ്റ്റർ ജോമി, സിസ്റ്റർ മിനി, സ്റ്റാഫ് നഴ്സ് PV ഉഷ തുടങ്ങിയവരെല്ലാം സ്നേഹഭവനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട് വലിച്ചെറിഞ്ഞ ഭക്ഷണം വരെ കഴിച്ച് ജീവിക്കേണ്ടി വന്ന ഒരമ്മ ഉൾപ്പെടെ ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട പല മുഖങ്ങൾ ഇന്ന് ഇവിടെ സുരക്ഷിതരാണ്. ചിരിക്കുന്ന കുറെ മുഖങ്ങൾ ഇന്ന് ഇവർക്ക് കൂട്ടുണ്ട്. തുടങ്ങാൻ കാരണം നമ്മുടെ ഹോസ്പിറ്റലുകളിലെ ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഉള്ള രോഗികൾ ഹോസ്പിറ്റലിലെ ബില്ലുകളും അല്ലെങ്കിൽ റൂം റെന്റൊക്കെ അടക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആരും ഇല്ലാതെ അവിടെ കിടത്തും. അപ്പം ഒന്ന് ലാസ്റ്റ് സ്റ്റേജിലൊന്ന് നോക്കാനോ അവർക്കൊരു കെയർ കൊടുക്കാനോ വീടുകളിൽ പലപ്പോഴും സാധിക്കാതെ വരും. കാരണം എല്ലാവരും ജോലി ചെയ്യുന്നത് കൊണ്ടും മക്കളുടെ എണ്ണം കുറവായതുകൊണ്ടും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പം നമ്മളത് മതശാലയാണല്ലോ ഇവിടുത്തെ ഈ മിഷന്റെ എല്ലാം സ്ഥാപിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നത് മതശാലയാണ്. അപ്പം മതശാലയുടെ പേരിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ ഈ പാലിയേറ്റീവ് കെയറിന് മതശാല സാന്ത്വന ഭവൻ എന്നാക്കിയത്. ഒരു സ്ട്രീറ്റില് പട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ നാട്ടുകാരൊക്കെ കൂടെ ഒരു ദിവസം ഈ സ്ത്രീ വീണു. അപ്പം നാട്ടുകാരൊക്കെ കൂടെ എടുത്ത് നമ്മുടെ ആശുപത്രിയിൽ കൊണ്ടുവന്നു. സുഖമായിപ്പോ എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടേ ആക്കണ്ടേ. അപ്പൊ ഞാൻ ഇവിടുത്തെ സിസ്റ്ററിനോട് പറഞ്ഞു ഈ സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. അപ്പൊ കൊണ്ടുപോരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇത് കെനോസ സിസ്റ്റേഴ്സിന്റെ അണ്ടറിലാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ 25ഓളം പേഷ്യന്റ് നമ്മുടെ അമ്മമാര് ഉണ്ട്. ഇത് ഒത്തിരി പാവപ്പെട്ടവർ ഉണ്ട്. അത് 3-4 രോഗികള് പോലീസ് കണ്ണൂരിൽ നിന്നും റോഡിൽ നിന്ന് കിട്ടിയിട്ട് കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. പലരും അവരുടെ ജീവിതത്തിലെ ആഘോഷങ്ങൾ ഇവരോടൊപ്പമാക്കും. അതൊക്കെ തന്നെയാണ് ഇവരുടെ സന്തോഷം, ഇവരുടെ ലോകം. പാട്ടും ഡാൻസും ഒക്കെയായി ദിവസം മുഴുവൻ ഇവരെ പരിചരിക്കാൻ കുറച്ച് നല്ല മനുഷ്യരുണ്ട് ഇവിടെ. മരുന്നും ഭക്ഷണവുമെല്ലാം സൗജന്യമായാണ് നൽകുന്നത്. മദർസാല സാന്ത്വന ഭവൻ പാലിയേറ്റീവ് സെന്ററും ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെ ചേർത്ത് നിർത്തുകയാണ് ഒരു കൂട്ടം നന്മ നിറഞ്ഞ മനുഷ്യർ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.